പത്തനംതിട്ട കോന്നി പയ്യന്നാമണ്ണിൽ ബുൾഡോസറിന് മുകളിൽ മണ്ണും പാറയും വീണ അപകടം. ബുൾഡോസർ പൂർണ്ണമായും തകർന്നു. 2 പേർ കുടുങ്ങിക്കിടക്കുന്നു. സി കെ അഭിലാൽ ചേർന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാൽ, ഇത് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? ഈ കുടുങ്ങിക്കിടക്കുന്നവർക്കായി ഉള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? കോന്നിയിൽ നിന്ന് ഏറെക്കുറെ ഒരു 7 കിലോമീറ്റർ മാറി പയ്യനാമണ്ണിൽ പ്രവർത്തിക്കുന്ന ചെങ്കല പാറമടയാണ്. വലിയ കോറിയാണ്. അതിന്റെ പാറ അടക്കം നീക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. യന്ത്രസഹായത്തോടെയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെയാണ് മുകളിൽ നിന്നും പടുകൂറ്റൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലൊരു വലിയ പാറയുടെ പീസ് അടർന്ന് താഴേക്ക് വീഴുകയുണ്ടായ ദൃശ്യങ്ങളിൽ നമുക്ക് ബുൾഡോസർ കാണാൻ സാധിക്കുന്നുണ്ട്. അത് പരിപൂർണമായി തകർന്നു. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പപ്പടം പോലെ തകരുക എന്നൊക്കെ പറയുന്നതിന് സമാനമായ അക്ഷരം പ്രതി അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. 2 തൊഴിലാളികൾ, ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള 2 പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ക്വാറി നടത്തിപ്പുകാരിൽ നിന്നും പോലീസിനും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനും ലഭ്യമായിട്ടുള്ള വിവരം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സൂചനയും അല്ലെങ്കിൽ ദിശാബോധവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് പോലീസും ഫയർഫോഴ്സും ഉള്ളത്. അതിന് കാരണം ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ ഇവിടെ വന്ന ശേഷവും മുകളിൽ നിന്നും പാറയുടെ കഷ്ണങ്ങൾ അടർന്ന് താഴേക്ക് വീണിരുന്നു. ഇതിനുള്ളിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ജീവൻ ബാക്കിയുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. ഈ മേഖലയിൽ ഇത്തരത്തിലൊരു അപകടം എന്നുള്ളത് ആദ്യ സംഭവമാണ്. മനോജ് ഇവിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ അപകടം ഉണ്ടായത്? അപ്പൊ എന്തായാലും 1-2 പേർ അതിൽ ഉണ്ടാവണമല്ലോ അല്ലേ? ഒഡീഷ സ്വദേശികളായ ഒരു മഹാദേവിയും അജയ് റായിയുമാണ് ഇതിനുള്ളിൽ പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവരെ നീക്കം ചെയ്യുന്ന സമയത്തോ ഓപ്പറേറ്റർ ഒന്ന് ഹെൽപ്പറുമാണെന്ന് ഇവിടെ ഇവരോടൊപ്പം നിന്ന അവരുടെ സഹപ്രവർത്തകർക്കൊപ്പം മുമ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പാറ ഇങ്ങനെ അടർന്ന് വീണുകൊണ്ടിരിക്കുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു സങ്കടത്തിലാണ് ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ. കാരണം അടുകാടാണ് ഈ സ്ഥലം. ഏകദേശം 3 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. പക്ഷേ ഹിറ്റാച്ചി പൂർണ്ണമായിട്ടും തകരുകയും ചെയ്തു. ഇപ്പോഴും മേലിൽ നിന്ന് ഉറപ്പില്ലാത്ത പാറകൾ അടർന്നു വീണുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അതായത് പൊട്ടിച്ച പാറയുടെ ഭാഗങ്ങൾ യന്ത്രസഹായത്തോടു കൂടി നീക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഏറെക്കുറെ ഒരു 50 മീറ്ററിന് മുകളിൽ നിന്നും വലിയ പാറയുടെ കഷ്ണം അടർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അത് പരിപൂർണമായി യന്ത്രത്തിന്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. യന്ത്രം ഓപ്പറേറ്റ് ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളിയും സഹായിയായിരുന്നിട്ടുള്ള ആളുമാണ് ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം എന്നുള്ളത് അത് അത്ര ഈസിയായി അതിലേക്ക് കടക്കാൻ കഴിയുകയില്ല. കാരണം പ്രധാനമായും വലിയ പാറ കഷ്ണങ്ങളുണ്ട്. അത് പരിപൂർണമായി നീക്കുക എന്നുള്ളത് കൈകൊണ്ടോ അതല്ലെങ്കിൽ മനുഷ്യസാധ്യമോ അല്ല. യന്ത്രസഹായത്തോടു കൂടി തന്നെ ഒരു പക്ഷേ അത് ചെയ്യേണ്ടി വരും. ഈ പ്രദേശം, അതായത് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തി അത് നീക്കം ചെയ്യുക എന്നുള്ളതും ദുർഘടമാണ്. കാരണം മുകളിൽ നിന്ന് കാണുമ്പോൾ തന്നെ രക്ഷാപ്രവർത്തനവും സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസകരമാണ്. ഫയർഫോഴ്സിന്റെ സാർ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപകടം രഹിതമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? നിലവിലിപ്പോൾ ക്രെയിൻ വിളിച്ചിട്ടുണ്ട്. ക്രെയിൻ വന്നതിന് ശേഷം അതിലൂടെ റോപ്പിൽ തൂങ്ങി സേഫ്റ്റി ബെൽറ്റ് തൂങ്ങി എന്തെങ്കിലും ചെയ്യാനും പറ്റും. അത് നിലവിൽ ഈ എസ്കലേറ്ററിൻ്റെ മുകളിലുള്ള പാറകൾ മാറ്റേണ്ടതുണ്ട്. അതിനുശേഷമേ നമുക്ക് ഈ എസ്കലേറ്ററിൽ അകത്തേക്ക് പരിശോധിക്കാനോ മറ്റു കാര്യങ്ങളും പറ്റും. എപ്പോഴും ഭാഗങ്ങൾ അടർന്ന് വീഴുന്നുണ്ട്. നമ്മൾ വന്നതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം മുകളിൽ നിന്ന് പാറകൾ അടർന്ന് വീഴുന്നതാണ്. രക്ഷാപ്രവർത്തനം ദുർഘടമാണ്. എന്തായാലും ക്രൈം വന്നിട്ട് നമുക്ക് അതെ